സോ ഗായ്സ്, വെൽക്കം ടു ദ സിനിമ മേനിയാക്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് തങ്കലാന്റെ എക്സ്പെക്ടേഷൻസ് ആണ്. എല്ലാ മൂവികൾക്കും നമ്മൾക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് വി എക്സ്പെക്ട് ഒരു മൂവി വരുമ്പം അങ്ങനെ. അപ്പം എന്റെ എക്സ്പെക്ടേഷൻസ് ആണ് തങ്കലാനെ പറ്റിയുള്ള. ഫസ്റ്റ് ഓഫ് ഓൾ പാരഞ്ചിത് മൂവി എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരന്റെ ഫസ്റ്റ് സിനിമ മുതൽ ആളുടെ ലാസ്റ്റ് സിനിമ വരെ ഉള്ള ഏത് മൂവി എടുക്കുവാണെങ്കിലും ലൈക്ക് നമുക്കൊരിക്കലും ലൈക്ക് ആളുടെ രണ്ട് സിനിമകള് ഒരേപോണെന്ന് പറയാൻ പറ്റില്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ള ജോണേഴ്സിലാണ് പാരഞ്ചിത്ത് സിനിമകൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആളുടെ ഏത് സിനിമ എടുത്ത് നോക്കുവാണെങ്കിലും എന്താ പറയാ, സർപ്പാട്ട പരമ്പരയായാലും കബാലി ആണെങ്കിലും കാലയാണെങ്കിലും അല്ലെങ്കിൽ ഇത് മദ്രാസ് ആണെങ്കിലും അങ്ങനെ ആളുടെ ഏത് സിനിമ എടുക്കുവാണെങ്കിലും ടോട്ടലി ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. ആ സിനിമകൾ ഒന്നും നമുക്ക് എന്താ പറയാ, ആളുടെ രണ്ട് സിനിമകൾ ഒരേപോണെന്ന് പറയാൻ പറ്റില്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ള ജോണേഴ്സിൽ വ്യത്യസ്തമായിട്ടുള്ള കഥകളാണ് ആള് ചെയ്തിട്ടുള്ളത്. അതിന്റെ അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വന്നിട്ടുമുണ്ട്. അതിൽ അത്രയും ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു ഡയറക്ടറാണ്. നമുക്കറിയാം തമിഴ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പം വെട്രിമാരനായാലും അല്ലെങ്കിൽ മാരി സെൽവരാജ് ആയാലും ഒക്കെ അങ്ങനെ ഒരു അത്രയും ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഡയറക്ടേഴ്സ് ആണ്. എന്റെ അതിലൊരാളാണ് പാരഞ്ചിത്ത്. ആളുടെ മൂവീസ് എടുക്കുവാണെങ്കിൽ പറഞ്ഞോണം വ്യക്തമായി എന്താ പറയാ ആളുടെ പൊളിറ്റിക്സ് ആള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലും അങ്ങനെ ഒരു എന്താ പറയാ സംഭവം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ. ആൻഡ് സെക്കൻഡ്ലി വിക്രം എന്നുള്ള ആക്ടറാണ്. ഞാൻ പൊതുവെ ആക്ടേഴ്സിനെ പറയാത്ത ഒരാളാണ്. ബട്ട് സ്റ്റിൽ ഇതിൽ ഒരു അങ്ങനെ വിക്രം ഒരു ആക്ടർ എന്ന നിലയിൽ പ്രതീക്ഷിക്കാൻ കാരണം എഫേർട്ടാണ്. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ശാരീരികമായി ഇത്രയധികം ലൈക്ക് അതിപ്പോ ബോഡി ചേഞ്ച് ആണെങ്കിലും എടുക്കാൻ തയ്യാറാവുന്ന ഒരു ആക്ടർ ഇന്ത്യൻ സിനിമയില് ചുരുക്കാണ്. അധികം എന്താ പറയാ വളരെ ചുരുക്കാണ്. തമിഴ് സിനിമയില് വിക്രം അല്ലാണ്ട് വേറൊരാള് ഇല്ലാന്ന് തന്നെ പറയാം. കാരണം അത്രയും ഏത് ലെവൽ ഓഫ് ലൈക്ക് ചേഞ്ചും ബോഡിയിൽ വരുത്താൻ തയ്യാറാവുന്ന ഫിസിക്കലി അത്രയും ഒരു എഫേർട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന ഒരു നടൻ. അപ്പം ആ ഒരു നമുക്ക് ഇതുവരെ ലഭിച്ച പ്രൊമോഷണൽ മെറ്റീരിയലിലാണെങ്കിലും അത് വ്യക്തമാണ് ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. അത് പിന്നെ ഇതിനേക്കാളും ഒക്കെ ഉപരി ഡയറക്ടറിന്റെ പേരിനേക്കാളും വിക്രം എന്ന പേരിനേക്കാളും ഒക്കെ ഉപരി ആ കഥയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് KGF ഒരു പശ്ചാത്തലമാണ്. ഇതിന്റെ ഒരു KGF ആണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പ്രശാന്തിനിയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന KGF ആയിരിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, പാരഞ്ചിത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും ആദ്യം വന്ന പ്രൊമോഷണൽ മെറ്റീരിയലിൽ നിന്നാണെങ്കിൽ എവിഡന്റ് ആണ്. കുറച്ചുകൂടി ഒരു ഈ അപ്പോക്കലിപ്റ്റോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടമൊക്കെ ഉണ്ട്. അതിന്റെ അങ്ങനെ ഒരു അപ്പോക്കലിപ്റ്റോ വൈബൊക്കെയാണ് എനിക്ക് അടിച്ചത്. അപ്പം ഒരിക്കലും പ്രശാന്തിനിയിൽ പറഞ്ഞൊരു KGF ആയിരിക്കില്ല പാരഞ്ചിത്ത് പറയാൻ ഉദ്ദേശിക്കണം. അങ്ങനെ ഒരു അപ്പോക്കലിപ്റ്റോ ടൈപ്പ് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ആചാരങ്ങള് അല്ലെങ്കിൽ വിശ്വാസങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിലൂടെയുള്ള ഒരു പ്രതിരോധത്തിന്റെ ഒരു കഥ പറച്ചിൽ എന്ന് പറയുന്നതുണ്ട്. ഈ വിശ്വാസങ്ങളിലൂടെയും ആചാരങ്ങളിലൂടെയും അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു പ്രതിരോധം, ആ ഒരു പ്രതിരോധത്തിന്റെ ഒരു കഥ പറച്ചിൽ എന്ന് പറയുന്നതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പാരഞ്ചിത്ത് എന്ന് പറയുമ്പം അത്രയും ലൗഡായിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു ഡയറക്ടറാണ്. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടർ ഇങ്ങനെ ഒരു സബ്ജക്ട് ആൻഡ് ഈ ഒരു രീതിയിലൂടെ പറയാന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അപ്പം അതാണ് ആ കഥ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതീക്ഷ. ആ കഥ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി അതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് തങ്കലാനെ പറ്റിയുള്ളത്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു.